to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് സ്പെഷ്യൽ പായസമാണ്. നമ്മൾ സാധാരണ സേമിയ പായസം, പാലട, അടപ്രഥമൻ, കടലപ്പരിപ്പ് പ്രഥമൻ, ചക്കപ്രഥമൻ, പാൽപ്പായസം, സേമിയ പായസം അങ്ങനെയുള്ള പായസങ്ങളൊക്കെയല്ലേ നമ്മൾ സാധാരണ ഓണത്തിന് ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പായസമാണ്. ഇതിൻ്റെ പേരാണ് പൂരി പായസം. നിങ്ങൾ ഓൾറെഡി ടൈറ്റിൽ വായിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇത് സാധാരണ പൂരി പായസമല്ല, നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കഴിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നതാണ്. അപ്പം എങ്ങനെയാണ്, എന്താണ് ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, എങ്ങനെയാണ് ഇത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു പൂരി പായസം ഉണ്ടാക്കേണ്ടത് എന്നുള്ള അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണണം. ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 കപ്പ് റവയും ഒരു നുള്ള ഉപ്പും അതേമാതിരി തന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു ഫ്ലേവറിന് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ട് കുഴച്ച് എടുക്കണം. ഓക്കെ, ആദ്യം ഞാൻ നെയ്യിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. നെയ്യ് റവയിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം, 1/2 കപ്പ് റവയ്ക്ക് ഒരു നുള്ള ഒരു പിഞ്ച് ഉപ്പും അതേമാതിരി തന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു 1/2 ടീസ്പൂൺ നെയ്യും ഇട്ട് കൊടുത്തിട്ടാണ് ഇതിപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തത്. ഇനി നമുക്ക് ഇതിലേക്ക് 2-3 ടീസ്പൂൺ പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് കുതിർന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇത് ബാക്കി എന്താ പൂരിയാക്കാനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ചൂടുണ്ട്, കൈ പൊള്ളാതെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തോളൂ. പിന്നെ റവ എടുക്കുമ്പോൾ സൂക്ഷിക്കണം. റവ എടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഉപ്മാവ് ഉണ്ടാക്കുന്ന റവയൊക്കെ വറുത്ത റവയായിരിക്കും. ഇതിന് ഏറ്റവും കൂടുതൽ നല്ലത് വറുക്കാത്ത റവയാണ് കേട്ടോ. കുറച്ചുകൂടെ ടേസ്റ്റിന് നല്ലത് കുറച്ച് ടൈറ്റായിട്ടുള്ള ഡോ ആണ് നല്ലത്. നമ്മളെപ്പോഴും പൂരിക്കും കുറച്ച് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാട്ടിലും കുറച്ചുകൂടെ ടൈറ്റായിട്ടില്ലേ നമ്മൾ എടുക്കുന്നത്. അതേമാതിരി തന്നെയാണ് ഇതിനും വേണ്ടത്. കുഴച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിനി ഇത് എടുത്തിട്ട് കുറച്ച് ഹാർഡായി, അറിയാലോ പാല് എന്തായാലും റവ കുറച്ച് അബ്സോർബ് ചെയ്യും. ഞാൻ ഇനി ഇത് എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കി എടുക്കുകയാണ്. അപ്പോൾ ചിലതെല്ലാം പൊടിഞ്ഞിട്ടും ചിലതെല്ലാം ക്രഷ്ഡായിട്ടും ഒക്കെ വരും. ഓക്കെ, അപ്പോൾ ഞാൻ മിക്സിയിൽ പൾസിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒരു 5-6 പ്രാവശ്യം പൾസിലിട്ടിട്ട് എടുത്താൽ മതി. അത് ഇങ്ങനെ വരും. കണ്ടോ, മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്കൊന്ന് കുഴച്ചിട്ട് ബോളാക്കി നമുക്ക് പരത്താൻ തുടങ്ങാം. പരത്തിയിട്ട് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ വലിയ പൂരിയായിട്ട് ഉണ്ടാക്കാം, എന്നിട്ട് കട്ട് ചെയ്തിട്ടാൽ മതി. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഒന്നിച്ചിട്ട് പരത്തിയിട്ട് കുട്ടി പൂരിയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഓക്കെ, കണ്ടോ, നമ്മൾ കുഴച്ച പാകം ഇത്ര ടൈറ്റായിട്ടുള്ള ഡോ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് പരത്താം. ഞാനൊരു പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ പലകയിൽ വെച്ചിട്ട് തന്നെ പരത്താവുന്നതേ ഉള്ളൂ. ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ താഴെ വെച്ചിട്ടുണ്ട്, മേലെ നമ്മുടെ റവയുടെ മാവ് വെച്ചിട്ടുണ്ട്. മേലെയും ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ വയ്ക്കാം. എണ്ണ ചൂടാക്കാൻ വെച്ചോളൂ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഒരു ചപ്പാത്തിക്കോൽ എടുത്തിട്ട് നമ്മൾ പൂരിയൊക്കെ പരത്തുന്ന മാതിരി തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ഓക്കെ, ഒന്ന് പരത്തിയിട്ട് കാണിച്ചു തരാം. നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ പരത്തി എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്നല്ലെങ്കിൽ ഒരു കുക്കി കട്ടർ കൊണ്ട് കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുന്ന മാതിരി തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് ആദ്യത്തെ ഒന്ന് എടുത്തിട്ടുണ്ട്. മറ്റേ മേലെ പരത്താൻ ഉപയോഗിച്ച പാർച്ച്മെൻറ്റ് പേപ്പർ തന്നെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്തത് ഇടാൻ വേണ്ടിയിട്ട്.
ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ പൂരീസ് ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എണ്ണ ഒഴിക്കുക, ഫ്രൈ ചെയ്യാനുള്ള ആവശ്യമുള്ളത്. ഇതിൽ ഓരോ പൂരിയായിട്ട് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനൊരു 3-4 വെച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് വീർത്ത് വരും. അത് കഴിഞ്ഞാൽ 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായി വരുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഞാൻ കുറച്ച് ബദാം തലേദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് തൊലി മാറ്റിയിട്ട് വൈറ്റ് ഭാഗം മാത്രം അരച്ചെടുക്കാം. ഞാൻ അല്ലാതെ തന്നെ അരച്ചെടുക്കുകയാണ്. ഏകദേശം ഒരു 1/2 കപ്പ് ബദാം ആണ് കേട്ടോ കുതിർത്ത് വെച്ചിരിക്കുന്നത്. പായസം ഇളക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ബദാം ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ കൂടെ തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ബദാമിൻ്റെ ആ ഒരു പച്ചച്ചവ ഒന്ന് മാറ്റണം. ബദാമിന് ഒരു പച്ചച്ചവ അല്ലെങ്കിൽ നമ്മൾ പായസം കഴിക്കുന്ന സമയത്ത് വരും. അപ്പോൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/2 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കുങ്കുമപ്പൂവ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇതിൽ മിക്സ് ആവും. അപ്പോൾ ഒരു 5 മിനിറ്റോളം നമ്മുടെ ബദാം പാൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. 5 മിനിറ്റായിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് ശരിക്കുള്ള പാൽ 1 ലിറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് ഓൾറെഡി ഞാൻ തിളപ്പിച്ച് വെച്ചതാണ്. പാല് കുറച്ച് കൂടുതലുള്ള പോലെ തോന്നും, പക്ഷേ പാല് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യും. കാരണം നമ്മുടെ പൂരി ഇട്ട് കഴിഞ്ഞാൽ കുതിരും, അതായത് പാല് നല്ലോണം വലിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 ലിറ്റർ പാലെടുത്തത്. ഇതിലേക്ക് നമുക്ക് ഇനി പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒപ്പം തിളപ്പിക്കാം കേട്ടോ. 1/2 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പഞ്ചസാര ഒന്ന് അലിയണം. പാലും ഈ ആൽമണ്ട് മിൽക്കും ഒന്ന് ചേർന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ കുറച്ച് നേരമായി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഇനി ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ കുറച്ച് പൂരി ഇവിടെ ക്രഷ് ചെയ്ത് 1/4 പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അല്ലാതെ ഹോളായിട്ടും വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി പൂരി നന്നായിട്ട് പാലൊക്കെ അബ്സോർബ് ചെയ്ത് നല്ല കുട്ടപ്പനായിട്ട് വീർത്ത് വരും. ഇത് നമ്മുടെ പാലും ഒന്ന് തിക്കായിട്ട് വരും. അപ്പോഴാണ് കേട്ടോ ടേസ്റ്റ്. ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ആ ഒരു ടേസ്റ്റ് പായസത്തിൻ്റെ കൂടെ നല്ലൊരു ക്രിസ്പി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഞാൻ കുറച്ച് ഹോൾ പൂരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അബ്സോർബായി വന്നു കഴിഞ്ഞാൽ കോരി കഴിക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ പൂരി പായസം റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.